ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്നത്തെ വിഷയവും ശ്രീ ദേവീ മാഹാത്മ്യ പാരായണം തന്നെയാണ്. വിധിയാം വണ്ണം ദേവീ മാഹാത്മ്യം സങ്കല്പം ചെയ്ത് പാരായണം ചെയ്യുന്നവർക്ക് ധർമാർത്ഥ കാമ മോക്ഷങ്ങളെന്ന 4 പുരുഷാർത്ഥങ്ങളും നേടുന്നതിന് ദേവീ മാഹാത്മ്യം പോലെ മറ്റൊരു വസ്തു ഇല്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. അനുഭവസ്ഥർ പറയുന്നു, ഈ ദേവീ മാഹാത്മ്യം ഭക്തകാമധേനുവാണെന്ന് അഖില ഭൂമണ്ഡലത്തിലും അറിയപ്പെടുന്നു. ദാരിദ്ര്യം, രോഗം, ദുഃഖം മുതലായ എല്ലാ സങ്കടങ്ങളിൽ നിന്നും നിവൃത്തി നൽകുന്നത് ദേവീ മാഹാത്മ്യ പാരായണം ഒന്നു തന്നെയാണ്. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം എന്നാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞിരിക്കുന്നത്. ശ്രീദേവി മാഹാത്മ്യം ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുന്നതിനായിട്ട് ഉള്ള 6 പാഠവിധിയെ ഇവിടെ പറയാം. സംഗീതത്തോടുകൂടി പാരായണം ചെയ്യാൻ പാടില്ല, അതിവേഗത്തിൽ പാരായണം ചെയ്യുവാൻ പാടില്ല, തല കുലുക്കിക്കൊണ്ട് പാരായണം ചെയ്യുവാൻ പാടില്ല, താൻ തന്നെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകത്തിൽ നോക്കി പാരായണം ചെയ്യാൻ പാടില്ല, സ്തോത്രാർത്ഥമറിയാതെ പാരായണം ചെയ്യുവാൻ പാടില്ല, വളരെ ചെറിയ ശബ്ദത്തിലും പാരായണം ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയിരുന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ശ്രീ മഹാദേവി നൽകുമെന്ന് പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. ഓം നമഃ ചണ്ഡികായേ. ഹരി ഓം.